ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഉച്ച മുതലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഗൈസ് ഞാൻ വിചാരിച്ചത് ഇത് ഉച്ച മുതലുള്ളതൊന്നുമില്ല, ആകെ കുളിക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഉച്ചക്കത്തെ എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് കാണിക്കുന്നത് ഈവനിങ്, അതായത് ഒരു രാത്രിയിലത്തേക്കിനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഉച്ച സമയമായി, ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ചെറിയൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ സ്ഥിരം കലാപരിപാടിയായ സ്ക്രബ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാപ്പിപ്പൊടിയും പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ തൈരുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും എനിക്ക് ഇതാണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ് കേട്ടോ. ഗോൾഡിൻ്റെ സ്ക്രബൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേന് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിലും എല്ലാം നല്ലപോലെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്പം തന്നെ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുന്നതുള്ളൂ കേട്ടോ. തൂത്തി ഇങ്ങനെ തുടച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്രീം എന്ന് പറഞ്ഞത് ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റാൻ്റെ ഉപ്റ്റൻ ഫേസ് പാക്ക് ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സാധനമായിട്ട് ഞാനിതിപ്പോൾ ഒരു 2-3 ബോട്ടിലാണ് കേട്ടോ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇനി ഇതുകൂടെ ഉള്ള എൻ്റെ കയ്യിൽ വേറെ ഇല്ല. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു പകുതിയോളം തീരാറായി. ഞാനപ്പോൾ എന്നും അല്ലല്ല, ആഴ്ചയിൽ അങ്ങനെയല്ല, 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ എനിക്ക് എപ്പോഴാണ് പുരട്ടേണ്ടതെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അങ്ങനെ പുരട്ടാറുള്ളൂ കേട്ടോ. പക്ഷേ ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്കിൽ, നമ്മുടെ ഫേസിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിമം ഒരു 25-30 മിനിറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ. അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയിലത്തേക്കിന് ചിക്കൻ ഫ്രൈയും എന്തെങ്കിലും ഒരു കറിയും ആക്കാമെന്ന് വിചാരിച്ചു, ചിക്കൻ തന്നെ. എന്നിട്ട് പൊറോട്ട വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം എനിക്ക് ഈ തട്ടുകടയിലെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല മുരുമുരാന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് കേട്ടോ. വെളുത്തുള്ളി കൂടിപ്പോയാൽ അതിനൊരു കുത്തൽ വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നിങ്ങി തിരിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിറ്റൽ മുളക്, അതുപോലെ തന്നെ 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏലക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. അരച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഞാൻ ഇടുന്നില്ല, ഇതിൽ നിന്നൊരു 2 സ്പൂണോളമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഏകദേശം ഒരു 2-2.5 സ്പൂണോളം ഉള്ള ഒരു മസാലയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടേക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ടേക്കുന്നുണ്ട്, എരിവ് കൂടി പോകണ്ട. പിന്നെ നമ്മളിനി കുരുമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിനൊരു ചിക്കൻ ഒരു മുരുമുരിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു അടപ്പിനകത്ത് വിനാഗിരി എടുത്ത് കൊഴിക്കുന്നുണ്ട്. അത് കുപ്പിയുടെ തന്നെ വിനാഗിരിയുടെ തന്നെ അടപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരടപ്പ് വിനാഗിരി എന്ന രീതിക്ക് എടുത്തൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അരമണിക്കൂറെങ്കിലും മിനിമം നമുക്ക് പുറത്ത് വെക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1-1.5 മണിക്കൂറോളം ഞാനിത് മസാല പുരട്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മിനിമം 30 മിനിറ്റ്സിൽ നമ്മൾ വെക്കണം, എന്നാലേ ചിക്കനിലേക്കെല്ലാം വരത്തുള്ളൂ. പിന്നെ ഞാൻ കുഞ്ഞു പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഓർത്ത് ചെറിയൊരു മപ്പാസ് പോലെ എന്തായാലും ഒരു ചാറായിട്ട് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് എല്ലും കഷ്ണങ്ങൾ എടുത്തിട്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. കൂടുതൽ എല്ലിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു ജസ്റ്റ് ഒരു വിസിലടിച്ചിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ വിസിലടിച്ച് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. ഇതൊരൊറ്റ വിസിലടിച്ചാൽ മതി, ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്തോളുമല്ലോ. എന്നിട്ട് നമുക്കിനി ഇത് പെട്ടെന്നൊന്ന് മപ്പാസാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ വെച്ച ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ റെയറായിട്ട് മാത്രമേ ഈ കിഴങ്ങ് കറിയൊക്കെ വീട്ടിൽ വെക്കാറുള്ളൂ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തുന്ന ഈ മപ്പാസ് പോലെ ഉണ്ടാക്കുന്നതിനകത്ത് എന്തായാലും കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കറിക്കകത്തോടെ നമ്മുടെ ചിക്കൻ വേവിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടില്ലേ, ഇത്രയായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഞാനൊന്ന് ചൂടാക്കി ഇനി നമുക്ക് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചിക്കനും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 2 പേരും കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ആവട്ടെ. ആ സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി അടച്ചു വെക്കാവേ, നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റേ അടുപ്പിലൂടെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 2 ട്രിപ്പായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് പിന്നെ ഇളക്കാനൊന്നും പറ്റാതെ വരും. അപ്പോൾ ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സൈഡൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ മപ്പാസിനുള്ള തേങ്ങാപ്പാലും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് കറി നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക്. അച്ചാച്ചന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാ ഞാൻ അതിനകത്തപ്പോൾ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ കിഴങ്ങേറി വെച്ചതാണല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് നമ്മൾ സെറ്റ് ചെയ്താണ്. പിന്നെ ഞാൻ ചിക്കനകത്ത് ജസ്റ്റ് മഞ്ഞപ്പൊടിയും കുരുമുളകും പിന്നെ എന്താണ് അതിനാവശ്യമുള്ള ഉപ്പും കൂടെ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ എരിവ് വേണമെന്ന് തോന്നി. ബാക്കിയെല്ലാം സെറ്റാക്കി. പിന്നെ കരിയാപ്പലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാണ്. അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ ഒരു സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കോരിയിട്ട് ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ 2 ബാച്ചും കൂടെ കോരി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇടയ്ക്ക് എവിടെയോ എൻ്റെ കിളി പറന്നുപോയി. വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച മസാലക്കൂട്ട് ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് റെഡിയാക്കി എടുത്തത്. അതിനുശേഷം എന്താ അച്ചാച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ചാച്ചൻ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എവിടെയോ എൻ്റെ മൈൻഡ് കട്ടായിപ്പോയി കേട്ടോ. ഞാൻ ആ കാര്യമേ മറന്നു പോയെന്നുള്ളതാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം എടുത്ത് അടച്ചു വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ വീഡിയോ എടുക്കല്ലായിരുന്നല്ലോ, ബാക്കി എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ സോറി ഗൈസ്. അങ്ങനെ അച്ചാച്ചന് കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാനും കൂടി ഇരുന്ന് കഴിക്കുവാണേ. അപ്പോൾ ഞങ്ങൾ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നെങ്കിൽ സിനിമയേക്കാൾ കൂടുതൽ എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് കേൾക്കായിരിക്കും. അപ്പോൾ സാറായിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛന് ഭയങ്കര പാട്ട് ഇഷ്ടമാണ്. അപ്പം നമ്മളെല്ലാം പാട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനാണ് ഇരുന്ന് പാടുക കേട്ടോ. ഏതായിരുന്നു മറ്റേ നമ്മുടെ RDSനകത്തെ ഏതോ ഒരു പാട്ടായിരുന്നു കേട്ടോ. മറ്റേ നമ്മുടെ നീല നിലവേ കേട്ടോ. ഓക്കെ. അപ്പം നമ്മളതിന് അങ്ങനത്തെ ഒരു വൈബ് കിട്ടുന്ന ഒരു പാട്ടൊക്കെ എനിക്കും അച്ചാച്ചനും സാറക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളും ഭയങ്കര എൻജോയ് ചെയ്യും പാട്ടൊക്കെ. നമ്മൾ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇടിയും തൊഴിയും അടിയും പിന്നെ അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോഴത്തേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാറയ്ക്ക്. അപ്പം നമുക്കും ഇഷ്ടമാണ്. അപ്പം നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി 2 സ്റ്റെപ്പൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം കുട്ടി വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.